ഒരു വർഷം മുമ്പ് മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്ത ലേബർ ഓഫീസ് കോംപ്ലക്സ് കെട്ടിടം പ്രവർത്തനം ആരംഭിക്കാതെ കാടുകയറി നശിക്കുന്നു. കോടികൾ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടം കന്നുകാലികളുടെയും തെരുവ് നായ്ക്കളുടെയും വിശ്രമ കേന്ദ്രമായി മാറി. മൂന്നാർ ന്യൂനഗറിലായിരുന്നു കെട്ടിടം നിർമ്മിച്ചത്. പതിറ്റാണ്ടുകളായി വാടക കെട്ടിടങ്ങൾ പ്രവർത്തിച്ചിരുന്ന തൊഴിൽ വകുപ്പിന് കീഴിലുള്ള വിവിധ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച കെട്ടിടമാണ് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷമായിട്ടും തുറന്നു പ്രവർത്തിക്കാതെ കാട് കയറി നശിക്കുന്നത്. 2.5 കോടി രൂപ ചെലവിട്ട മൂന്നാർ ന്യൂനഗറിൽ 2 നിലകളിലായി നിർമ്മിച്ച ലേബർ കോംപ്ലക്സ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 21 മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തത്. ഡെപ്യൂട്ടി ലേബർ ഓഫീസ് അസിസ്റ്റന്റ്, ലേബർ ഓഫീസ് ഇൻസ്പെക്ടർ ഓഫ് പ്ലാന്റേഷൻസ് ഓഫീസ് എന്നിവയാണ് പുതിയ കോംപ്ലക്സിൽ പ്രവർത്തിക്കാൻ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് നാളുകൾ പിന്നിട്ടിട്ടും പുതിയ കെട്ടിടത്തിലേക്ക് ഓഫീസുകൾ മാറ്റിയിട്ടില്ല. മൂന്നാർ കോളനിയിൽ ഒരു കൊല്ലത്തിന് മുമ്പ് പണിത ലേബർ ഓഫീസ് കോംപ്ലക്സ് 2.5 കോടി രൂപ മുടക്കി, സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് 2.5 കോടി രൂപ മുടക്കി പണിത ലേബർ ഓഫീസ് കോംപ്ലക്സ് നാളിതുവരെയും തുറന്ന് പ്രവർത്തിക്കാൻ ആയിട്ടില്ല. മാത്രമല്ല, അതിനകത്ത് കന്നുകാലിയിലും സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് അതിനകത്ത് നടക്കുന്നത്. മൊത്തം കന്നുകാലിയുടെ ചാണകവും അത് പൊളിയുന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. തോട്ടമേഖലയായ മൂന്നാറിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവർത്തനം ആരംഭിച്ച തൊഴിൽ വകുപ്പിന്റെ വിവിധ ഓഫീസുകൾ പഴയ മൂന്നാർ മൂലക്കടയ്ക്ക് സമീപമുള്ള സ്വകാര്യ കമ്പനി കെട്ടിടങ്ങളിലാണ് പ്രവർത്തിച്ചു വരുന്നത്. കോംപ്ലക്സിന് ചുറ്റും സംരക്ഷണ ഭിത്തിയില്ലാത്തതും ശുദ്ധജല സൗകര്യമില്ലാത്തതുമാണ് ഓഫീസുകൾ തുറക്കുന്നതിന് തടസ്സമെന്നാണ് ഇക്കാര്യത്തിലുള്ള വകുപ്പിന്റെ വിശദീകരണം. കാട് കയറി കിടക്കുന്ന കെട്ടിടം വൈകുന്നേരമായാൽ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാണ്. കൂടാതെ കന്നുകാലികളും തെരുവ് നായ്ക്കളും രാത്രികാലങ്ങളിൽ വിശ്രമിക്കുന്നത് ഈ കെട്ടിടത്തിനുള്ളിലാണ്. സിറ്റി വിഷൻ, മൂന്നാർ.